നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് 2 ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഫസ്റ്റ് വൺ 2⁻1 വരും, ഇത് 2⁻2 വരും, 2⁻3 വരും, 2⁻4 വരും. അതായത് രണ്ടിൻ്റെ പവറുകൾ വരണം. അതായത് 2⁻1 വരും, അടുത്ത നമ്പർ 2⁻2, 2⁻4, 2 എക്സെട്ര പോകും. അപ്പോൾ ഇത് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 2 അങ്ങനെ തന്നെ വരും. 2⁻4 എന്ന് പറഞ്ഞാൽ 4 വരും, 2 ഇൻറ്റു 2. 2⁻3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. 2⁻4 എന്ന് പറഞ്ഞാൽ ഒരു 2ഓടെ ഗുണിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വരും, എക്സെട്ര വരും. അപ്പോൾ നമ്മുടെ സീക്വൻസ് ഏത് കിട്ടി? 2, 4, 8, 16 എക്സെട്ര. അപ്പോൾ ഇത് എ പിയിലാണോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് കിട്ടിയേക്കുന്ന സീക്വൻസ് എഴുതാം. 2, 4, 8, 16 എക്സെട്ര. ആദ്യത്തേന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? x1 കൊടുക്കാം, രണ്ടാമത്തേന് s2, അടുത്തതിന് x3, അടുത്തതിന് x4 എക്സെട്ര നമ്മൾ പേര് കൊടുത്തു. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താ? s2 മൈനസ് x1. ഇത് കുറയ്ക്കണം. അപ്പോൾ s2 മൈനസ് x1 കുറച്ചു. അപ്പോൾ 4 മൈനസ് 2 വരും. അവിടെ നമുക്ക് 2 കിട്ടി. ഇനി നമ്മൾ രണ്ടാമത് എടുക്കണം. ഡി എന്ന് പറഞ്ഞാൽ നോക്കാം, x3 മൈനസ് x2. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് എഴുതും. ചുമ്മാ കോമൺ ഡിഫറൻസ് ഉണ്ട് ഇല്ല എന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് തരില്ല. രണ്ടെണ്ണം നമ്മൾ അവിടെ ചെയ്ത് കാണിച്ചേ പറ്റുള്ളൂ. അപ്പം s3 മൈനസ് s2, അപ്പം 8 മൈനസ് 4, അപ്പോൾ ആൻസർ ഈസ് 4 വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ആദ്യത്തെ നമ്പർ 2 വരും, അടുത്തത് 4 വരും. കോമൺ ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണോ? അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ s3 മൈനസ് s2 നോട്ട് ഈക്വൽ ടു s2 മൈനസ് x1. ഇതൊന്നും കോമൺ ഡിഫറൻസ് ഡി ഇല്ല. ഇത് രണ്ടും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ therefore എന്ത് പറയാൻ പറ്റും? there is no common difference. there is no common difference. ഇതിനകത്തൊന്നും കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് there is no common difference. therefore it is not an AP. അതൊരിക്കലും എന്താവില്ല? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലല്ല. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലല്ല ഈ സീക്വൻസ് എന്ന് കിട്ടും. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ സീക്വൻസ് ഫോം ചെയ്ത് എഴുതണം. അതിനകത്ത് വായിച്ച് നോക്കിയിട്ട് എന്താ പറഞ്ഞേക്കണമെന്ന് നോക്കിയിട്ട് സീക്വൻസ് എഴുതാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ സീക്വൻസിന് പേര് കൊടുക്കാം. പേര് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ടും s2 മൈനസ് ഇത് രണ്ടും കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോമൺ ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് ആ ഈക്വൽ ആയ നമ്പർ കൂട്ടിയാണോ നെക്സ്റ്റ് ടൈം വന്നേക്കണേന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊള്ളണം കേട്ടോ. ചിലപ്പോൾ നെക്സ്റ്റ് രണ്ടെണ്ണോടെ നോക്കിയിട്ട് വേണം നമ്മൾ. ചിലതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം ഈക്വൽ ആവും, പിന്നെ ഈക്വൽ അല്ലാതെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ നമ്മൾ ഈക്വൽ അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ there is no കോമൺ ഡിഫറൻസ്, therefore it is not an AP എന്ന് എഴുതാം. ഈക്വൽ ആണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് an AP എന്ന് എഴുതാം. ഇതാണ് ആൻസർ വരുന്നത്.